നാടിനെന്നും ഇഷ്ടത്തിൽ നേരാ സുധാകരൻ തന്ന നിങ്ങളിൽ നേരെ ജനാധിപത്യ വിശ്വാസികളെ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കണ്ണൂരിന്റെ തീരാളിയായി തെരഞ്ഞെടുത്ത കണ്ണൂരിന്റെ ജനകീയ എംപി ശ്രീ കെ സുധാകരൻ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിന്റെ പടനായകൻ, കണ്ണൂരിന്റെ ജനകീയ എംപി ശ്രീ കെ സുധാകരൻ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിതാ ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കണ്ണൂരിന്റെ മണ്ണിൽ ഫാസിസ്റ്റുകൾക്കും ചോര കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന രക്തദാഹികൾക്കും സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ സമാധാനത്തിന് വേണ്ടി പോരാടിയ കണ്ണൂരിന്റെ പ്രിയങ്കരനായ എംപി ശ്രീ കെ സുധാകരൻ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിതാ ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്തേക്കിക്കൊണ്ട് കണ്ണൂരിന്റെ വികസന മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച വികസന തേരാളി ശ്രീ കെ സുധാകരൻ എംപി തന്നെ വിജയിപ്പിച്ച പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കണ്ണൂരിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കണ്ണൂരിലെ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിതാ കണ്ണൂരിന്റെ പടനായകൻ ശ്രീ കെ സുധാകരൻ എംപി ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. രാഷ്ട്രീയമെന്താണ് എന്നും വ്യത്യസ്തമല്ലേ? എതിരാളികൾക്ക് പോലും പോരാളിയായി ജീവിതം നീക്കിവെച്ച കോൺഗ്രസിന്റെ വീര്യത്തിന്റെ ചൂടുമാണ് കെ സുധാകരൻ. തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിതാ ഇതുവഴി കടന്നു വരുന്നു. ആവേശവും പ്രചോദനവും ആത്മവീര്യം തുടങ്ങി എത്രയോ വിശേഷണങ്ങളാൽ അലങ്കൃതമാണ് കണ്ണൂരിന്റെ പ്രിയങ്കരനായ നായകൻ ശ്രീ കെ സുധാകരൻ എംപി. തന്നെ കണ്ണൂരിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തി മതി. കുറച്ച് മുന്നോട്ടൊക്കെയാ സൗണ്ട്.
സി കെ വിനോദ് ഇങ്ങോട്ട് വാഹനത്തിലേക്ക് വരണമെന്ന് പറ്റും. സൗണ്ട് വണ്ടി കുറച്ചുകൂടി മുന്നോട്ടിട്. ഓപ്പൺ വണ്ടിയും കുറച്ച് മുന്നോട്ട് പോട്ടെ. ഹലോ, സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി UDF ചെയർമാൻ ശ്രീ കെ വിനോദ് മുരളീധരൻ. ബഹുമാനായ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അവരുടെ വാഹനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, ശ്രീ കെ പ്രമോദ് അവർ മുഴുവൻ ആളുകളും വാഹനത്തിലേക്ക് വരണമെന്നുണ്ട്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, കക്കാട് ദേശവാസികളെ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കെ സുധാകരൻ അവർ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ ചേരുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാധ്യനായ മുൻ മേയർ ടി.ഒ. മോഹൻ അവർകളാണ്. അതോടൊപ്പം നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്, മറ്റ് മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സലീമിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, കണ്ണൂരിൽ ചരിത്ര വിജയം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട MP സുധാകരൻ അഴീക്കോട് മണ്ഡലത്തിൽ അഴീക്കോട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള സമാപന സമ്മേളനമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യാം. നമ്മുടെ ഈ സ്വീകരണം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ മുൻ മേയർ അഡ്വക്കേറ്റ് ടി.എ. മോഹനാണ്. അതിനു മുമ്പ് സംസാരിക്കാൻ വേണ്ടി DC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്തു വേണ്ടി മാർട്ടിൻ. പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ MP KPCCയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുധാകരൻ അവറുകൾ, ശ്രീ ടി.ഒ. മോഹനൻ, ശ്രീ സലീം ഉൾപ്പെടെ ഇവിടെ സനീരായ കെ പ്രമോദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമായ കെ സുധാകരൻ അവറുകൾ നിങ്ങളെ നേരിട്ട് കണ്ട് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
നമുക്കറിയാം പാർലമെന്റ് സത്യപ്രതിജ്ഞയും അതുപോലെ മഴയും ഒക്കെ കാരണം നമുക്ക് കുറച്ച് ദിവസത്തെ ഒരു താമസം വന്നുവെങ്കിലും നമ്മൾ നേരിട്ട് അദ്ദേഹം നിങ്ങളെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് ഏറെ ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടും എന്ന് ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ മുന്നണി വൻപിച്ച മുന്നേറ്റമുണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശ സംസ്ഥാനങ്ങളിൽ ഈ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭരണഘടനയെ പിച്ചിച്ചീന്തുമെന്ന് പറഞ്ഞവർ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. അത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ വിജയമാണ്. ആ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തുചേർന്നു. ആ ഒത്തുചേർന്ന എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. നിർത്തുന്നു. ജയ്. അടുത്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുൻ മേയർ അഡ്വക്കേറ്റ് ടി എ മോഹനെ ക്ഷണിച്ചു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ KPA സലീം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവ് KPCCയുടെ പ്രസിഡന്റ്, കണ്ണൂരിന്റെ ജനങ്ങളുടെ ജനനായകൻ കണ്ണൂർ MP ശ്രീമാൻ K സുധാകരൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കണ്ണൂർ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മുക്കിരി രാജേഷ്, ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്റർ, ശ്രീ K പ്രമോദ്, അലിക്കോടൻ രാകേഷ്, ശ്രീ C വിനോദ് ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയങ്കരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഓളം എത്രമാത്രമാണ് എന്ന് ഞാനിവിടെ പറയേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സർവകാല റെക്കോർഡോടുകൂടിയാണ് കണ്ണൂരിന്റെ പ്രിയങ്കരനായ MP ആയിട്ട് ശ്രീമാൻ K സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കണ്ണൂരിന്റെ മാത്രം പ്രതിഭാസമല്ല. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 19 സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ 18 സീറ്റിൽ വിജയിക്കാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും വലിയൊരു പ്രത്യേകത നമ്മൾ നോക്കിയാൽ മതി. 18 സീറ്റിൽ 10 സീറ്റിലും 1 ലക്ഷത്തിലധികമാണ് വോട്ട്. ഏകദേശം 5 സീറ്റുകളിൽ 2 ലക്ഷത്തിന് മുകളിലും 3 ലക്ഷത്തിന് മുകളിലുമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം നമുക്ക് തന്ന് ജനങ്ങൾ അനുഗ്രഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ്. ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച ഓരോ മുദ്രാവാക്യവും ജനങ്ങൾ എത്രമാത്രം ഏറ്റെടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ പിണറായി സർക്കാർ നയിക്കുന്ന ആ സർക്കാരിന്റെ ദുർഭരണത്തിന് ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണുമ്പോൾ നമുക്ക് ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴ് ദിവസങ്ങളായി CPI ഒക്കെ ചർച്ചയിലാണ്. എന്താണ് ചർച്ച? തോൽവി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ആ തോൽവി പഠിച്ചിട്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോ പറയുന്നത് പിണറായി വിജയന്റെ ദാർഢ്യമാണ്, പിണറായി വിജയന്റെ അഹങ്കാരമാണ് ഇത്തരം വലിയൊരു പരാജയത്തിന് കാരണം എന്നുള്ളതാണ്. പാർട്ടി പറഞ്ഞു തിരുത്തണം, പാർട്ടി പറഞ്ഞു തിരുത്തും. ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ചർച്ച നടക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷകൾ അത് പിണറായി വിജയനെ തെറി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷ എന്താണെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ആളുകൾ കമ്മിറ്റിക്കകത്ത് മാത്രമല്ല കമ്മിറ്റിക്ക് പുറത്തും പിണറായി വിജയനെ കുറിച്ച് തെറി പറയാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണത്? നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളി വർഗ പാർട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിൽ ആരാണ് തൊഴിലാളി? മുതലാളികളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യമാണ് ആ പാർട്ടിയുടെ നേതാക്കന്മാർ, പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തുന്നത് എന്ന് നമുക്ക് തന്നെ കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞു, എന്താ പറഞ്ഞത്? എല്ലാവർക്കും പണത്തോട് ആർത്തിയാണ്.
ആർക്കാണ്? അണികൾക്കാണോ ആർത്തി? ആർത്തിയില്ലാത്ത അണികൾ എന്ന് പറയുന്നത് ഈ CPM-നെതിരെ നമ്മുടെ നേതാക്കന്മാരെ തെരഞ്ഞെടുത്തയച്ചാൽ പാർട്ടി ഉണ്ടാവില്ല. ഈ നേതാക്കന്മാർക്ക് പാർട്ടി നേതൃത്വത്തിന് ഒരു താക്കീത് കൊടുക്കണം. ആ താക്കീത് കൊടുക്കാൻ അവന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് അവന്റെ വോട്ടവകാശം എന്നവൻ തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവൻ ഓരോ ആളുകളും നമ്മളെ ജയിപ്പിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരോ അനുഭാവികളോ മാത്രമല്ല, ഈ നാട്ടിലെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളിൽ ഈ രാജ്യത്ത് മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, അത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ നാട്ടിലെ ജനാധിപത്യം അത് തകർന്നു പോകരുത് എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഈ നാട്ടിലെ ദുർഭരണം അതെങ്ങനെങ്കിലും അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും ആവേശകരമായ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ CPM-ന്റെ പ്രവർത്തകന്മാരുണ്ട്, CPM-ന്റെ അണികളുണ്ട്. എന്നാൽ ഈ പരാജയം കണ്ടിട്ടെങ്കിലും തിരുത്താൻ തയ്യാറാകുമോ? തിരുത്താൻ പറഞ്ഞല്ലോ, തിരുത്തിയോ? ഓരോ ദിവസവും നമ്മൾ പത്രമെടുത്ത് വായിച്ചാൽ ആ പത്രത്തിനകത്ത് CPM പാർട്ടിയെ നയിക്കുന്ന പല നേതാക്കന്മാരുടെയും കൊള്ളരുതായ്മകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വശത്തെ SFI-ക്കാർ, മറുവശത്ത് DYFI-ക്കാർ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഓരോ ക്യാമ്പസിലും നടക്കുന്നത് എന്താണ്? ഇപ്പോഴും രക്ഷിതാക്കന്മാർ മക്കളെ സ്കൂളിലേക്ക്, കോളേജിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി, ഉന്നത ബിരുദത്തിന് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? SFI ഇല്ലാത്ത ക്യാമ്പസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു ചേർക്കാം. അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കുറച്ചുകൂടി പണമുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസം സിദ്ധിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ എന്ന് വരുന്നു. എന്താ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ കോളേജിൽ, വയനാട്ടിലെ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ CPM-കാർ നമുക്കറിയാം 3 ദിവസം അടിച്ചിട്ട് അവരെ കൊന്നു കെട്ടിത്തൂക്കിയത്. അതിനുശേഷമുള്ള ഓരോ സംഭവവും പ്രിൻസിപ്പലിനെ, നമുക്കറിയാം കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പലിനെ തല്ലുന്നത് SFI-ക്കാരനാണ്. അതുപോലെ തന്നെ ഇന്നലെ ഒരു SFI-ക്കാരന്റെ കഥ വന്നു. എന്താ? അവൻ പഠിച്ച ആ കോളേജിൽ 20ഓളം പെൺകുട്ടികളെ പീഡിപ്പിച്ച് അവരുടെ ഫോട്ടോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനെതിരെ പറയുന്ന ആളുകളെ അസംബ്ലിക്കകത്ത് വെച്ച് ന്യായീകരിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. പുറത്ത് വെച്ച് ന്യായീകരിക്കുന്നത് ആരാണ്? ഗോവിന്ദൻ മാസ്റ്ററാണ്, പാർട്ടി സെക്രട്ടറിയാണ്. AK ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. ഇവരൊക്കെ പറയുന്നത് ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എത്രമാത്രം ഉണ്ടാകും? ഇത് നിസ്സാരമായ കാര്യമായി കാണാൻ കഴിയുമോ? കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ജനങ്ങൾക്ക് തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകൂടമാണ്, നടപടിയെടുക്കേണ്ടത് ഭരണകൂടമാണ്. ആ ഭരണകൂടമാണ് ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും. ഒരു ഘട്ടത്തിൽ കവി സച്ചിദാനന്ദൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? കേരളത്തിലെ CPM-ന്റെ അണികൾ അവരാഗ്രഹിക്കുന്നു ഒരു ഗവൺമെന്റ്, അത് CPM-ന്റെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിന് പുറത്തു പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് CPM-ന്റെ അണികൾ എന്ന് CPM നിശ്ചയിച്ച സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പരസ്യമായി പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ, ആലപ്പുഴയിൽ നിന്ന് G. സുധാകരൻ പറയുന്നുവെങ്കിൽ, തോമസ് ഐസക്കും MA ബേബിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ തെറ്റായ നടപടിക്കെതിരെ പറയുന്നുവെങ്കിൽ, ഇത് മനസ്സിലാക്കാത്ത ആള് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹം നടത്തിയ നവകേരള യാത്രയിൽ ഏറ്റവും ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് കൃത്യമായ വധശ്രമത്തിന് കേസെടുത്തിട്ടും അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ മർദ്ദിച്ചത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ തിരുത്താൻ പിണറായി വിജയൻ തയ്യാറില്ല. ഇതുപോലെ മുന്നോട്ട് പോകും. അക്രമം കാണിക്കുന്ന, തോന്നിയാസം കാണിക്കുന്ന, പീഡനം നടത്തുന്ന, അഴിമതി നടത്തുന്ന ഓരോ ആളുകൾക്കും സംരക്ഷണ കവചമൊരുക്കാൻ പിണറായി വിജയനുണ്ട് എന്ന തുറന്ന പ്രഖ്യാപനമാണ്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് കണ്ടു. നമ്മൾ എന്താ കണ്ടത്? അവിടെ PSC മെമ്പറാക്കാൻ വേണ്ടി 60 ലക്ഷം രൂപക്ക് ലേലം വിളിച്ചു കൊടുത്തിരിക്കുന്നു. അതിനാരാണ് കൂട്ട്? അദ്ദേഹത്തിന്റെ മരുമകൻ നമ്മുടെ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പുറത്തായപ്പോൾ അദ്ദേഹം നൈസായിട്ട് അങ്ങ് മുങ്ങി. ഇപ്പോഴും പറയുന്നു അത് അന്വേഷിക്കുന്നത് പറയുമ്പോൾ പാർട്ടി നേതാക്കന്മാർ പലരും തന്നെ പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല. പാർട്ടി അന്വേഷിക്കുന്നു, നടപടിയെടുക്കുന്നു. ആ നടപടി 22 ലക്ഷം രൂപ വാങ്ങിയിട്ട് കാശ് തിരിച്ചു കൊടുത്താൽ പ്രശ്നം വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക്
തിരിച്ചു കൊടുത്തു. ആ തിരിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നമില്ല എന്ന നിലയിലേക്ക് മാസറ്റ് പാർട്ടി മാറുന്നു. ഇത് പുറത്തു വന്നതുകൊണ്ടാണ് പുറത്തു വരാത്ത നൂറുകണക്കിന് കേസുകളുണ്ട്. അതുകൊണ്ടാണ് ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പാർട്ടി പ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് 10 വർഷത്തിനുള്ളിൽ വലിയ കോടികൾ സമ്പാദ്യമുണ്ടാകണം എന്ന നിലയിലേക്ക് വരുന്നു. അവർക്ക് ആർത്തിയുണ്ട്. ആ ആർത്തിയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് പറയുമ്പോൾ MP ഗോവിന്ദൻ എന്താ മോശമാണോ? ഇവിടെ സാജന്റെ സംഭവം നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. പറയാൻ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നതായിരുന്നു. 400-ലധികം സീറ്റ് വേണമെന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ നരേന്ദ്രമോദി അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, എന്താ, ഈ രാജ്യം ഹിന്ദുക്കൾക്കുള്ളതാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക്, ആ ജനങ്ങളെ ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യനെന്നും പാഴ്സിയെന്നും ജൈനനെന്നും ബുദ്ധനെന്നും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ വേർതിരിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് യോഗത്തിലും അദ്ദേഹം അതിതീവ്ര ഹിന്ദുത്വ വർഗീയ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു ഇത് പറ്റില്ല. ജനങ്ങൾ പറഞ്ഞത്, ഈ രാജ്യത്തിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ജീവിച്ച ഒരു ഘടനമുണ്ട്. ആ ജീവിച്ചത് എങ്ങനെയാണോ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ജീവിച്ചത്. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനോ എന്നല്ല, ഭാരതീയനെന്നുള്ള ചിന്താഗതിയോടെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി വന്നാൽ അനുസരിക്കില്ല. എന്താ കണ്ടല്ലോ, അയോധ്യയുടെ രാമക്ഷേത്ര നിർമ്മാണം നടന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ അതിലൊന്നാമത്തെ വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ആ നരേന്ദ്രമോദി വിഷം തുപ്പുന്ന അത്തരം പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിന് നമ്മുടെ നാവിൽ നിന്ന് കേട്ടത്. അതിനെതിരെ ഒറ്റയാൽ പട്ടാളം പോലെ ഇതിനെ നയിച്ചത് ഇന്ത്യയുടെ പ്രിയങ്കരനായ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ ഇച്ഛാശക്തി ഞാനിവിടെ പറയേണ്ടതില്ല. 4084 കിലോമീറ്റർ കാൽനടയായി നടന്നുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. അതിനുശേഷവും അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി. ഇപ്പൊ നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ സഖ്യം ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി
239 സീറ്റുമായിട്ട് മുന്നിൽ വന്നപ്പോൾ അവിടെ വിശ്രമിക്കാനല്ല രാഹുൽ ഗാന്ധി തയ്യാറായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോകുന്നു, രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ പ്രതീക്ഷ നശിച്ച, ജീവിതം നശിച്ചു പോയി എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. അവിടെ അശരണരായ ആളുകൾ, ആലംബമറ്റവർ, അവരെ പോയി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ, നെഞ്ചോട് ചേർത്ത് നിർത്താൻ അതെനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് വിശ്രമമില്ലാതെ അത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ആ ഇന്ത്യ സഖ്യം പാർലമെന്റിനകത്ത് അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീമാൻ കെ സുധാകരനെയാണ് നിങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, ഇന്ത്യ സഖ്യത്തിന് ജനങ്ങളോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ആ നന്ദിയും കടപ്പാടും നിങ്ങളോട് നേരിട്ടറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീമാൻ കെ സുധാകരൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ തന്നെ നമുക്ക് വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നു. ആ ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ച ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമാപന പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. ജയ് ഭാരത്. അടുത്തതായി നന്ദിയാണ്. അതിനു മുമ്പായി കക്കാട് ടാക്സി സ്റ്റാൻഡിൽ ഐമാസ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി മോട്ടോർ തൊഴിലാളിയുടെ STUവിന്റെ നിവേദനം MP ക്ക് നൽകിയാണ്. അത് നൽകുന്നത് മോട്ടോർ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് കാജയും യൂത്ത് ലീഗിന്റെ ശാഖാ പ്രസിഡന്റ് മഷൂദ് പാറയിലും ക്ഷണിക്കുന്നു. അടുത്തായി നന്ദി വരുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട MP ആദരവ് ക്ഷണിക്കുന്നു. പ്രിയ നേതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഞാൻ ഇന്ന് ചെലവഴിച്ച എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച എന്റെ പ്രവർത്തകന്മാരെ അഭിനന്ദിക്കാൻ, നേരിൽ കണ്ട് ഒരു അനുമോദനം നടത്താനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിയോജക മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ അട്ടിമറിഞ്ഞ ഒരു റിസൾട്ട് ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അത് UDFന്റെ പ്രവർത്തകന്മാരുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമാണ്. രാവ് പകല് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമുക്കെതിരെയുള്ള CPMന്റെയും BJPയുടെയും ഒക്കെ വീടുകളിൽ നിന്നുള്ള വോട്ടർമാരെ സ്വാധീനിച്ചെടുത്ത് ആ മണ്ഡലം
ഏറ്റവും ശക്തമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെട്ട മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ആ നിയോജക മണ്ഡലം മാറ്റി എന്ന് പറഞ്ഞപ്പോ അവരെടുത്ത ശ്രമം, അവരെടുത്ത ക്രയം എത്രമാത്രം കരുത്തുള്ളതാണ് എന്ന് എനിക്ക് എന്റെ മനസ്സിന്റെ അകത്ത് ചോദ്യമുയർന്നു. എനിക്ക് അവരെ കാണണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവരെ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഈ പറയുന്ന സാഹസം സാധാരണഗതിയിൽ ആരും നടത്താറില്ല. ഞാൻ 5-6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. എനിക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പിലും നിയോജക മണ്ഡലത്തിന്റെ നാടിമിടിപ്പ് എനിക്കറിയാം. ആ നാടിമിടിപ്പ് അനുസരിച്ച് എനിക്ക് അത്ഭുതം തോന്നി. എന്റെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അവിടെയുള്ള റിസൾട്ട്, ആ റിസൾട്ട് കിട്ടിയപ്പോ എനിക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ കാണണമെന്നും അവരെ അനുമോദിക്കണമെന്നും അവർക്ക് ഒരു ഗൗരവമായ ഒരു അംഗീകാരം നൽകണമെന്നും എനിക്ക് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തത്. അതിന്ന് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു എന്നത് വളരെയേറെ സന്തോഷമുണ്ട്. പാർട്ടി പ്രവർത്തകന്മാർ, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാർ എന്നും പാർട്ടിയുടെ സമ്പത്താണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ അങ്ങനെയാണ് പാർട്ടി പ്രവർത്തകന്മാരെ കാണുന്നത്. ആ കാണുന്നത് ഇനിയും തുടരുമെന്നോ മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ഈ പ്രവർത്തകന്മാർ എനിക്ക് തന്ന രാഷ്ട്രീയമായ നേട്ടത്തിന് അവരോട് എന്നും കടപ്പാടുള്ളവരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അവരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ആ പ്രവർത്തകന്മാരുടെ എല്ലാ കൂട്ടായ്മക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഈ സ്വീകരണ പരിപാടി ഇവിടെ അവസാനിച്ച് അറിയിക്കുന്നു.